ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അത് കേടുന്നതാണ്. നമ്മളെ മക്കളൊക്കെ മദ്രസക്ക് സ്കൂൾക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ ചായപ്പടിയൊക്കെ അതിൻ്റെ അടിയിൽ കഴിഞ്ഞിട്ടാ. ആദ്യമോനൊക്കെ പോകാനായിട്ട് റെഡി ആയിക്കണ്. ഓന് 8:30 വണ്ടി വരും. ചായക്കടിയൊക്കെ സെറ്റാക്കി ഓൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിക്കണ ഓട്ടടയാണ് കേട്ടോ. അരിപ്പൊടിയാണ് നമ്മൾ റെഡിയാക്കിക്കണത്. അപ്പോൾ അരിപ്പൊടിയും എന്താണ് പറയുക, കുറച്ച് ചോറും കൂട്ടി തേങ്ങയും കൂട്ടി പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കണ്ട് കുഴച്ചെടുത്ത് എന്നൊക്കെ ഒന്നുകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. നല്ല അടിപൊളി ഓട്ടട നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കാണില്ലേ, നല്ല ആരൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റുമാണ്. നമ്മൾ അരി അരച്ച് റെഡിയാക്കണം അതേപോലെ തന്നെയാണ്. അരി അരക്കും വേണ്ട, കുതിർത്തും വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. നല്ല അടിപൊളി ഓട്ടടയാണ്. മനുട്ടനും ആദ്യകുട്ടനാണ് നേരത്തെ ആദ്യം സ്കൂൾക്ക് പോകട്ടെ. അപ്പോൾ ഇക്കാൻ്റെ വണ്ടിയിൽ തന്നെ പോവുക. ആദ്യം മോൻ USSൻ്റെ കുട്ടികളെ കൂട്ടി ട്രിപ്പ് എടുക്കുന്നുണ്ട് ഇക്ക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മനുട്ടനും വേണ്ട അങ്ങാടിക്ക് പോകട്ടാ. ഇക്കതാ മക്കളെയും കൊണ്ട് പോയിട്ടാ. USSൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ മക്കളെയും കൊണ്ട് പോയതാണ്. ഉണ്ടല്ലേ, ഇപ്പോൾ ഇലകൾ ഇങ്ങോട്ട് നന്നായിട്ട് ചാടും. ഇന്നലെ മുറ്റടിച്ചതാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ മാവ് പ്രാവശ്യം പൂത്തിട്ടില്ല. മാവ് നന്നായിട്ട് തന്നെ ഇലകൾ കൊഴിയാണ്. കണ്ടില്ല, മുറ്റത്തിൻ്റെ കോലം കണ്ടില്ല. മക്കളത് അച്ചും അല്ലും എണീറ്റിട്ടില്ല ഇത്ര നേരമായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറി റെഡിയാക്കിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മീനുണ്ടായിരുന്നു. അപ്പോൾ മീനില്ല, മീനിൻ്റെ തലകൾ മാത്രം ഇട്ടിട്ട് തലയും ഇതൊക്കെ ഇട്ടിട്ട് ഒരു കഷ്ണമില്ല കേട്ടോ, തല വെച്ചിടാനാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തേ മീനാന്ന് എനിക്കറിയില്ല. പിന്നെ നല്ല പച്ച മാങ്ങ ഇട്ടിരിക്കണം കേട്ടോ. പച്ച മാങ്ങ ഇട്ടിട്ട് നല്ല അടിപൊളി കറി തന്നെയാണ്. ഉച്ചക്കൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയതാണ്. എന്നാൽ ചായക്കടിക്ക് എടുക്കും വെജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. ഇതാ നമ്മളെ ഓട്ടടയും മീൻ കറിയാണിത്. ഇന്നലെ എന്താണ് കുറച്ച് തക്കാളി വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തക്കാളി സോസ് റെഡിയാക്കി എടുക്കാനുണ്ട്. തക്കാളി നമ്മുടെ റോട്ടിന് ഇവിടെ വന്നിരുന്നു. 7 കിലോ 100 റുപ്യക്ക് പറഞ്ഞിട്ട് നല്ല ലാഭമാണ് ഇപ്പോൾ തക്കാളിക്കല്ലേ. നല്ല തക്കാളിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ചീഞ്ഞതും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ 7 കിലോന് 100 റുപ്യക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 7 കിലോനൊന്നും വാങ്ങിയിട്ടില്ല, 50 റുപ്യക്ക് 3.5 കിലോനാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇങ്ങനെ തക്കാളി കിട്ടുമ്പോഴൊക്കെ വാങ്ങുക. നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ തക്കാളി സോസ് ഉണ്ടാക്കി കിട്ടും. അതുപോലെ തന്നെ വേറെയും വിധത്തിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്തെക്കാനായിട്ട് പറ്റും കേട്ടോ. റൂമിൽ പോയി കാണി ഞാൻ ഫാനൊക്കെ ഒന്ന് ഓഫാക്കി. അപ്പോൾ ഫാനൊക്കെ ഓഫാക്കിയപ്പോൾ ഇതാ എൻ്റെ കുഞ്ഞാൾ നീച്ചിക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഇതാ ചായ കൊടുക്കുകയാണ്. ചായ വന്ന് ചായ തരീന്ന് പറയുന്നുണ്ട്. അച്ചൂട്ടി ഒരു ഹായ് പറഞ്ഞേ. മുത്തുവാ മുത്തുമണി ഉമ്മച്ചി മുണ്ടൂല കേട്ടോ. മുത്തേ ചിലപ്പോൾ രാവിലെ നീച്ചുമ്പോൾ അങ്ങനെ അവൾ മൈൻഡ് ഒന്നും ഉണ്ടാവില്ല. അച്ചൂ ഉമ്മച്ചിൻ്റെ കുഞ്ഞുട്ടി കുഞ്ഞാളൂ അസ ഫാത്തിമ അസ അവിടെ നീ ഇരുന്നാ ചാടിച്ചോ. ഇത് സ്കൂളുള്ളതാണ് മല കുട്ടിക്ക് സ്കൂൾക്ക് പോകാൻ. പഠിച്ചോനെ ഇതൊന്നും കരിഞ്ഞതല്ല, ഓട്ടട അങ്ങനെ തന്നെ കരാം. ഇതിൻ്റെ അടിഭാഗം അങ്ങനെ തന്നെ കരാം. ഓട്ടടൻ്റെ കരിഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ ഓട്ടട അങ്ങനെ തന്നെ കരം ആളുവാ. കഷ്ണങ്ങൾ വെച്ചിട്ട് വിട്ടൂടി. മീൻകറിയാണ്. മാങ്ങയൊക്കെയുള്ള മീൻകറിയാണ്. അച്ചുട്ടിക്ക് ചായ അങ്ങോട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിക്കാണ്. അപ്പോൾ ഇനി ഓള് ചായയോടെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ വരുള്ളൂ. അപ്പോൾ അതിന് മുന്നിലെ മുറ്റം അങ്ങോട്ട് അടിച്ചാൽ വിചാരിച്ചു വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മുറ്റടിക്കാൻ നന്നായിട്ട് തന്നെ ഉണ്ടാവും പെട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം മാവ് പൂത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇല കൊയ്യാണ്. ദിവസം അടിച്ചാലും അതേപോലെ തന്നെ ചാടുകയാണ് കേട്ടോ. ഇല പഴുത്ത് കൊയ്യാണ്. അപ്പോൾ ഞാൻ വേഗത്തിൽ ഒന്ന് അടിച്ചേരി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുട്ടികളെ ഒരുക്കി വിടാൻ. അപ്പോൾ കുട്ടികൾ കിടന്ന പായി കാര്യങ്ങൾ ഒക്കെ എല്ലാവരും എണീറ്റ് ചായ കുടിച്ച് ഓരോരുത്തർ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി. ചിലവർ അതാ കുളിച്ചുകൊണ്ട് നിൽക്കണം, ചിലവർ ചായ കുടിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ പായൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും നടക്കുമ്പോൾ അത് ചവിട്ടി ചളിയൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് ആ പായും പുതപ്പും ഒക്കെ ഒന്ന് മടക്കി വെക്കണുണ്ട് കേട്ടോ. ഈ കുട്ടികൾ കിടന്ന പായും പുതപ്പും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചാൽ പിന്നെ ഈ ഭാഗത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ അച്ചൂട്ടിയാണ് കേട്ടോ എൻ്റെ വീഡിയോ പിടിച്ചു തരുന്നത്. എൻ്റെ ഫോണ് പിടിച്ച് വീഡിയോ എടുക്കുന്നത് എൻ്റെ അച്ചൂട്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നല്ലോണം ഇളകണത് കൈയൊക്കെ.
അങ്ങനെ പായും തലയിലൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് തിരുമ്പാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുട്ടികളുടെ മദ്രസക്കുള്ള വെള്ള ഡ്രസ്സുകളും യൂണിഫോമുകളും ബെഡ്ഷീറ്റും അതുപോലെ തന്നെ എല്ലാം ഇടുന്ന ഡ്രസ്സ് 7 ആളുണ്ട്. 7 ആളെയും ഒരു ദിവസത്തെ ഡ്രസ്സുകൾ, സ്കൂളത്തെ ഡ്രസ്സും പിന്നെ മദ്രസത്തും ഒക്കെ പാട് ഇഷ്ടംപോലെ ദിവസം നമുക്ക് തിരുമ്പാനുണ്ടാവും കേട്ടോ. മെഷീനിൽ തിരുമ്പുന്നത് ഭയങ്കര ഏറെയാണ്. കാരണം എന്താ വെച്ചാൽ മെഷീനിൽ പൈപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം നിറക്കാനൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പാരണം കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഗതികേടാണ്. പിന്നെ ഞാനാണെങ്കിലോ അത് മെഷീനിൽ തിരുമ്പിയാൽ അതവിടെ കിടക്കും, ഒലുമ്പാനൊക്കെ മറന്നു പോകട്ടാം. കൂടെ പുറത്ത് കല്ലുമ്മ പോയി അങ്ങോട്ട് തിരുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ തിരുമ്പലും ഒലുമ്പലും കഴിഞ്ഞ് അങ്ങോട്ട് തോരയിടാൻ പറ്റും. മറ്റേത് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ തിരുമ്പിട്ടാണ് പിന്നെ ഞാൻ മറക്കൂട്ടോ ഒലുമ്പിടാനൊക്കെ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒലുമ്പിയൊക്കെ ഇടുക. അപ്പോൾ ഞാനങ്ങോട്ട് ഇത് പുറത്ത് കൊണ്ടുപോയി തിരുമ്പാന്ന് വിചാരിച്ചുകൊണ്ട് കല്ലുമ്മക്ക് അങ്ങോട്ട് കുളിമുറിക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുകയാണ്. കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയി, അച്ചുട്ടിയൊക്കെ ഏകദേശം മാറ്റി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ. ഇനി കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയതിന് ശേഷമാണ് ഞാൻ തിരുമ്പാനൊക്കെ ആയിട്ട് ഇറങ്ങുള്ളൂ. ഏതായാലും അടുക്കളയിലെ സ്ഥലം അങ്ങോട്ട് ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്ന് അടിച്ചേരി തുടക്കുകയാണെങ്കിലൊക്കെ നമുക്ക് വൃത്തികേടായി എടുക്കണ്ട വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് കുളിമുറിക്ക് കൊണ്ടുവന്നിട്ടതാണ്. ഇനി വെള്ള ഡ്രസ്സൊക്കെ ഒന്ന് സർഫിട്ട് വെക്കണം. എൻ്റെ അച്ചുട്ടിക്ക് ആ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കണം. അപ്പോൾ ഇനി കാടമുട്ട ഒന്ന് പെറുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോട്ടിലെ കാടമുട്ട ഞാൻ തന്നെ പെറുക്കാം. മറ്റേ കൂട്ടിൽ പിന്നെ അല്ലോ ആദ്യം ആരെങ്കിലും ഒരാൾ പെറുക്കൂട്ടാ. രാവിലെ വല്ലാണ്ടൊന്നും കാടമുട്ട പെറുക്കാനുണ്ടാവില്ല, എന്നാലും രാവിലെ നമ്മൾ പെറുക്കലുണ്ട് കേട്ടോ. രാത്രിയാണ് കാടകളും മുട്ടയിടലും നമ്മൾ പെറുക്കലും പെട്ടിയാക്കലൊക്കെ. ഇത് രാവിലെ ഒരു കുറച്ചുണ്ടാവുള്ളൂ, ഏകദേശം ഒരു പെട്ടിയൊക്കെ കിട്ടും കേട്ടോ രാവിലെ. അപ്പോൾ നമ്മൾ രാവിലെ പെറുക്കണം, അല്ലെങ്കിൽ ഇവർ കുറച്ച് കഴിഞ്ഞാൽ ഇവർ കൊത്തി ഇങ്ങനെ കുടിച്ചുട്ടാ. ചില കാടാക്കളാണ് ഇങ്ങനെ കാടമുട്ട കാണുമ്പോൾ കൊത്തി കുടിച്ചു, അത് കൊത്തിക്കാണ്ട് പൊട്ടിച്ചാണ്ട് ഓരന്നെ കുടിച്ചുട്ടാ. അപ്പോൾ നമ്മൾ രാവിലെ ഉള്ളതുകൊണ്ട് പെറുക്കി കൊണ്ടുവരും. പിന്നെ വെള്ളപ്പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. അതുപോലെ തീറ്റയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് സെറ്റാക്കി. തീറ്റ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ പാത്രത്തിന് മുകളിൽ കുറേ തീറ്റ ഉണ്ടാവും കേട്ടോ. അടിയിലേക്ക് ഇറങ്ങാൻ കുറച്ച് പണിയാവും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുത്ത് കാണുന്നതിന് മിക്സാക്കി കൊടുക്കും. അതേമാതിരി തന്നെ വെള്ളപ്പാത്രം ഓട്ടോമാറ്റിക് വെള്ളപ്പാത്രമൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ നന്നാക്കി എടുക്കും, ക്ലീനാക്കി എടുക്കും. അതൊക്കെയുണ്ട് രാവിലത്തെ പരിപാടി എന്നുള്ളത്. തീറ്റ പിന്നെ ഇക്കന്നെ ഇട്ട് കൊടുക്കാണ് കേട്ടോ. തീറ്റ ഉച്ചക്ക് ഇട്ട് കൊടുക്കുള്ളൂ. എല്ലാ ദിവസവും ഒരു 10-12 മണിയാവണ നേരത്തെ തീറ്റ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇന്ന് ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുത്താൽ പിന്നെ നാളെ ആ നേരം വരുമ്പോഴും ഒക്കെ ആവുമ്പോഴത്തേന് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ തീറ്റ പാത്രങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ നിറച്ച് വെച്ച് കൊടുക്കും. കാടകൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ കാടകൾക്ക് ഫുൾ ടൈം തിന്നണം കേട്ടോ. തിന്നൊരു നേരം തീറ്റ ഇല്ലാണ്ട് വെക്കാൻ പറ്റൂല. കോഴിക്കളമാര് ചിക്കി പെറുക്കുന്നവർ തിന്നൂല കേട്ടോ. ഒരു മുട്ടത്തീറ്റ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഫുൾ ടൈം അവർക്ക് തിന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തീറ്റ കുറവ് വരാൻ പാടില്ല. ഫുൾ ടൈം നമ്മൾ തീറ്റ പാത്രത്തിൽ എപ്പോഴും തീറ്റ ഫുള്ളായിക്കാരം കേട്ടോ. ഇക്ക വരുന്ന നേരത്താണ് ഇനി തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ എന്താ കൂട്ടിലെ മുട്ടയൊക്കെ നമ്മൾ പെറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മക്കളൊക്കെ സ്കൂൾക്ക് പോയതിന് ശേഷമാണ് കേട്ടോ. പോയതിന് ശേഷം ചോറ് അങ്ങോട്ട് തീമിട്ടിട്ടുണ്ട്. ഉപ്പേരിയും കറിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. കറി പിന്നെ ഉണ്ടാക്കിയത് രാവിലെ ഉണ്ടാക്കിയ മീൻ കറി തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഉപ്പേരി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെ ഒന്ന് മീനോ ഇറച്ചിയോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് പൊട്ടിയ കാടമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാടമുട്ട അങ്ങോട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മസാലകളൊക്കെ പാട്ട് കാണുന്നതുകൊണ്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. ചെറിയ ചെറിയ പൊട്ടുള്ള മുട്ടകളാണ് കേട്ടോ നമ്മൾ എടുക്കൽ, ഇവിടെ യൂസ് ചെയ്യൽ. മറ്റേത് കടയിലേക്ക് കൊടുക്കും. ചെറിയ പൊട്ടുള്ള മുട്ടേനെ ഉണ്ടാവും. ഡയലി അര പെട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കാരണം ചെറുതായിട്ട് പൊട്ടുണ്ടാവുള്ളൂ, നമുക്ക് കടയിലേക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങോട്ട് നോക്കിയത് തീരെ പൊട്ടി ഒഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് പീങ്ങെടുത്താലും നല്ല പൊട്ടിയ മുട്ടയെന്ന് ഒരിക്കലും അറിയില്ല കേട്ടോ. നന്നായിട്ട് തന്നെ നല്ല പൊട്ടാതെ പൊട്ടി ഒലിക്കാണ്ട് തന്നെ പീങ്ങി കിട്ടും. നമ്മൾ നാടൻ മുട്ടയൊക്കെ ആകുമ്പോൾ നമുക്ക് പൊട്ടിയതാണെങ്കിൽ പൊട്ടി പുറത്തേക്ക് പോകും കേട്ടോ. പക്ഷെ കാടമുട്ട അങ്ങനെ പോവില്ല. കാടമുട്ട പൊട്ടിയ മുട്ടയാണെങ്കിലും നമുക്കിതുപോലെ പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാൻ നേരത്തെ കുറച്ച് സുറുക്ക ഒഴിച്ചെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ചിരട്ടയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. പിഴുങ്ങണ വെള്ളത്തിലിട്ടാൽ എന്നാലൊക്കെ മുട്ട പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ എന്താ ഇത് നന്നായിട്ട് തൊലി കഴിഞ്ഞതിന് ശേഷം അതിൽ മസാലകളൊക്കെ ഇട്ടതിന് ശേഷം ഒന്നുകൊണ്ട് എന്താ പറയുക, ഒന്നുകൊണ്ട് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക ചെയ്യട്ടോ. ഉള്ളിയും തക്കാളിയൊന്നും ഇടൂല. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് മീൻ ഇറച്ചി ഇല്ലാണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കട്ടോ ഉച്ചയ്ക്ക് കൂട്ടാനായിട്ട്. പിന്നെ ഇക്കാക്ക് ഏതായാലും ഒരു പച്ചമാങ്ങ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമാങ്ങ കൊണ്ട് ചമ്മന്തി ഇറക്കാൻ പറഞ്ഞേക്കണേ. ഉണക്കമീനും കൊണ്ടുവന്നിക്കണേ. അപ്പോൾ ഉണക്കച്ചെമ്മീൻ, അപ്പോൾ ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങയും കൂടി നല്ല ചമ്മന്തി ഉണ്ടാക്കാനും പറഞ്ഞേക്കണേ. അപ്പോൾ ഇക്കാക്ക് അത് മതി കേട്ടോ.
മുട്ട പൊരിച്ചതും മുട്ട പുഴുങ്ങിയതും മിക്കാക്ക് ഭയങ്കര ഇഷ്ടം. ചോറ്റിക്ക് ഇഷ്ടമില്ല, ചായക്കൊക്കെ വേണി തിന്നോളൂ കേട്ടോ മുട്ട പുഴുങ്ങിയതൊക്കെ. അങ്ങനെ ഇതാ മുട്ടകളൊക്കെ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ കാബേജ് ഇവിടെ റെഡി ആയിക്കണ്. കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുത്ത് ചിലപ്പോൾ ഞാൻ തേങ്ങ ചിരകിയിട്ട് കൊടുക്കും കേട്ടോ. ഇപ്പം ഇന്ന് തേങ്ങ ചിരകിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് കാടമുട്ട ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതാ പുഴുങ്ങിയ കാടമുട്ട ഒക്കെ ഒന്ന് കഴുകി വെച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കണ്ടില്ല, ഇത് പൊട്ടിയ മുട്ട എന്നൊരിക്കലും കണ്ടാൽ പറയൂല കേട്ടോ. പിങ്ങിയിട്ടിന് ഒരു കുഴപ്പം വരില്ല കാടമുട്ടയ്ക്ക്. അപ്പം ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ പിന്നെയും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താലും മതി. പിന്നെ അത് കഴിഞ്ഞ് ഈ കിടന്നുകൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇതിന് മേലെ നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങോട്ട് വെതറി കൊടുക്കട്ടെ. കുരുമുളക് പൊടി എൻ്റെ കയ്യിലില്ല, ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ് നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ ചായക്കൊക്കെ വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇതുപോലെ നമുക്ക് പിഴിഞ്ഞിട്ട് എടുത്തിട്ട് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ തിന്നാനാണ് ഇത് രസം ഉണ്ടാവുക. അങ്ങനെ ഇതാ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മുട്ടയുടെ കൂട്ടാനിൻ്റെ പരിപാടി കഴിഞ്ഞ് മുട്ട കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കാം. ചിക്കൻ മസാല ഇതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അതിൻ്റെ ചൊയ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ചിക്കൻ്റെ കഷ്ണത്തിൻ്റെ മാരത്തിൻ്റെ ചൊയ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചായക്കടിക്കാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. വൈകുന്നേരത്തെ കട്ടൻ ചായക്കൊക്കെ നല്ല രസമാണ്. അപ്പോൾ നല്ല ഉപ്പും നല്ല എരിവും ഉണ്ടാവും, ഉപ്പും ഉണ്ടാവും. ചിക്കൻ മസാല, കറിവേപ്പിൻ്റെ ഇല, പിന്നെ ചപ്പ് വേണമെങ്കിൽ ഇതിന് മേലെ ഇങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇവിടെ ചപ്പൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അരിഞ്ഞിട്ടൊന്നും കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഉച്ചക്കത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അകൊക്കെ ഒന്ന് അടിച്ചേരി തുടക്കുക, തിരുമ്പി കുളിക്കുക, അതൊക്കെയാണ് പരിപാടി കേട്ടോ. ഇക്ക വരാറായിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇക്ക വന്ന് ഇക്കാക്ക് ചോറൊക്കെ കൊടുത്തേക്കുന്ന ടൈം ചട്ടിയോടൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. വേറെ പ്ലേറ്റിലൊന്നും ആക്കൂല. ഞാനും ഇക്കയും മാത്രമല്ല ചോറ് തിന്നാനുണ്ടാവുള്ളൂ. അപ്പോൾ വേറെ പ്ലേറ്റിലേക്കൊന്നും ആക്കൂല. ഇതാ നല്ല മാങ്ങാ ചമ്മന്തി ഉണ്ട്, അതും കുറച്ച് അരച്ച് വെച്ചിക്കണ്. ഉണക്കച്ചെമ്മീനും ചീനമുളകും മാങ്ങയൊക്കെ തേങ്ങയൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിക്കണത്. പിന്നെ ഇതാ മീൻകറി ഇന്ന് രാവിലെ റെഡിയാക്കി എടുത്ത മീൻകറിയാണ് കേട്ടോ. മീനിൻ്റെ തലയൊക്കെ വെച്ചിട്ടുള്ള. പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ട്, പിന്നെ മോരുണ്ട്. നല്ല ചപ്പില്ലാത്തതുകൊണ്ട് മോരൊന്നും രസമില്ല കേട്ടോ. ചപ്പ് വേണം നമ്മളെ മോര് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. മോര് ഉപ്പും മുളകും ഇട്ടുകൊണ്ട് മോരും കൊടുത്തേക്കണ്. പിന്നെ ഇതാ നമ്മുടെ മുട്ട അത് റെഡിയാക്കിയത് വെച്ച് കൊടുത്തേക്കണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.